ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച ബ്രഹ്മജ്ഞാനാവലിമാല എന്ന പ്രകരണ ഗ്രന്ഥത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 5-ാം ശ്ലോകം, പേജ് 239, പുസ്തകം പ്രൗഢാനുഭൂതി. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മം ബോധരൂപമാണെന്നും അഖണ്ഡ ആനന്ദ രൂപസ്വരൂപമാണെന്നും ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നു. ശുദ്ധചൈതന്യരൂപോഹം ആത്മാരാമോഹമേവ ച അഖണ്ഡാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം ശുദ്ധചൈതന്യരൂപഃ, ഞാൻ ശുദ്ധബോധരൂപനാണ്. അഹം ആത്മാരാമഃ ഏവ ച, ഞാൻ എന്നിൽ തന്നെ രമിക്കുന്നവനുമാണ്. അഹം അഖണ്ഡാനന്ദരൂപഃ, ഞാൻ അഖണ്ഡമായ ആനന്ദരൂപനാണ്. അഹമേവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ ശുദ്ധബോധരൂപനാണ്. ഞാൻ എന്നിൽ തന്നെ രമിക്കുന്നവനുമാണ്. ഞാൻ അഖണ്ഡാനന്ദരൂപനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായതുകൊണ്ട്. പരമകാരണത്തിന് ഒരിക്കലും ഒരഴിവും പറ്റാൻ സാധ്യമല്ലെന്ന് നാം കണ്ടുവല്ലോ. ഒരഴിവുമില്ലാത്തവനായതുകൊണ്ട് തന്നെ ഞാൻ എന്നും ഞാൻ തന്നെയാണ്. അഖണ്ഡാനന്ദമാണ് എൻ്റെ സ്വരൂപം. അതുകൊണ്ട് തന്നെ ഞാൻ സദാ എന്നിൽ രമിച്ചു കഴിഞ്ഞുകൂടുന്നു. ഞാൻ ശുദ്ധബോധമാണ്. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ബോധമായതുകൊണ്ട്. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ബോധമാണെന്നെങ്ങനെ അറിയാം? ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലേ പ്രപഞ്ചമില്ല. പ്രപഞ്ചം മാറിയാൽ ശുദ്ധരൂപത്തിൽ ബോധം ബാക്കി നിൽക്കും. അങ്ങനെ അറിയാം. ബ്രഹ്മാനുഭവം നേടാൻ ആഗ്രഹിക്കുന്നയാൾ ഈ വസ്തുസ്ഥിതി ആവർത്തിച്ച് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. അതിരിക്കട്ടെ, ഈ ബോധത്തെ ആദ്യം എവിടെ കണ്ടെത്താൻ കഴിയും? എവിടെയെങ്കിലും കണ്ടെത്തിയിട്ട് വേണമല്ലോ അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ. 6-ാം ശ്ലോകം. പ്രത്യക്തചൈതന്യരൂപോഹം ശാന്തോഹം പ്രകൃതേഃ പരഃ ശാശ്വതാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം പ്രത്യക്ചൈതന്യരൂപഃ, ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ എന്നനുഭവപ്പെടുന്ന ബോധം തന്നെയാണ്. അഹം പ്രകൃതേഃ പരഃ ശാന്തഃ, ഞാൻ പ്രകൃതിക്കപ്പുറം ശാന്തനായി നിലകൊള്ളുന്നവനാണ്. അഹം ശാശ്വതാനന്ദരൂപഃ, ഞാൻ ശാശ്വതമായ ആനന്ദരൂപത്തോടു കൂടിയവനാണ്. അഹമേവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ എന്നനുഭവപ്പെടുന്ന ബോധം തന്നെയാണ്. ഞാൻ പ്രകൃതിക്കപ്പുറം ശാന്തനായി നിലകൊള്ളുന്നവനാണ്. ഞാൻ ശാശ്വതമായ ആനന്ദരൂപത്തോടു കൂടിയവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ശാശ്വതമായ ആനന്ദരൂപത്തോടു കൂടിയവനാണ്. ഞാൻ പ്രകൃതിക്കപ്പുറം ശാന്തനായി നിലകൊള്ളുന്നവനാണ്. ഇതൊക്കെ എങ്ങനെ അറിയാം? അവനവൻ്റെ ഉള്ളിൽ ഞാൻ എന്നനുഭവപ്പെടുന്ന പ്രത്യഗ്ബോധത്തെ ഭാവാദ്വൈത പരിശീലനം കൊണ്ട് ഒന്ന് ശുദ്ധീകരിച്ചു നോക്കൂ. അപ്പോഴറിയാം, ഞാൻ എന്ന പ്രത്യഗ്ബോധത്തിൽ വിവിധ സങ്കല്പങ്ങൾ ആവിർഭവിച്ച് തിരോഭവിക്കുമ്പോഴാണല്ലോ നാനാത്വഭ്രമവും രാഗദ്വേഷവും വന്നു ചേരുന്നത്. മനസ്സിനെ ഭാവാദ്വൈതം പരിശീലിപ്പിച്ച് രാഗദ്വേഷങ്ങൾ ശമിപ്പിക്കുന്നതോടെ നാനാത്വഭ്രമം കുറഞ്ഞുവരും. നാനാത്വസങ്കല്പങ്ങളും രാഗദ്വേഷങ്ങളുമെല്ലാം പരമകാരണത്തിൽ മായ
അഥവാ പ്രകൃതി ഉണ്ടാക്കുന്ന ഭ്രമങ്ങളാണെന്ന് കണ്ടല്ലോ. അവ ശമിക്കുന്നതോടെ പ്രകൃതി ശമിക്കും. ഞാനെന്ന പ്രത്യഗ്ബോധം അഖണ്ഡാനന്ദബോധമായി അദ്വയമായി ഒരഴിവുമില്ലാതെ ബാക്കി നിൽക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സൂര്യതുല്യം തെളിഞ്ഞു കിട്ടും. പ്രത്യഗ്ബോധത്തിൻ്റെ അഖണ്ഡാദ്വയാനന്ദ സ്ഥിതിയിൽ പിന്നെ തത്വചിന്തയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് ഇനി വിവരിക്കുന്നത്. ആറാം ശ്ലോകം ഒരിക്കൽ കൂടി വായിക്കാം. പ്രത്യക്ചൈതന്യരൂപോഹം ശാന്തോഹം പ്രകൃതേഃ പരഃ ശാശ്വതാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ഇനി ഏഴാം ശ്ലോകം. തത്വാതീതഃ പരാത്മാഹം മധ്യാതീതഃ പരഃ ശിവഃ മായാതീതഃ പരം ജ്യോതിഃ അഹമേവാഹമവ്യയഃ. അഹം തത്വാതീതഃ പരമാത്മാ. ഞാൻ തത്വഗണനങ്ങൾക്ക് ഒക്കെ അപ്പുറം പരമകാരണമായി വിളങ്ങുന്ന സത്യമാണ്. മധ്യാതീതഃ പരഃ ശിവഃ. ആദിമധ്യാന്തരൂപമായ ദേശകാലഗണനയ്ക്കൊക്കെ അപ്പുറം നിൽക്കുന്ന മംഗളസ്വരൂപനായ പരമകാരണ സത്യമാണ് ഞാൻ. മായാതീതഃ പരം ജ്യോതിഃ. പ്രകൃതിയായ മായയ്ക്കും അപ്പുറം നിൽക്കുന്ന പ്രകാശരൂപനായ പുരുഷനാണ് ഞാൻ. അഹമേവ അഹം. ഞാനെന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ. ഞാനെന്നും അഴിവില്ലാത്തവനാണ്. ഞാൻ തത്വഗണനങ്ങൾക്കൊക്കെ അപ്പുറം പരമകാരണമായി വിളങ്ങുന്ന സത്യമാണ്. ആദിമധ്യാന്തരൂപമായ ദേശകാലഗണനയ്ക്കൊക്കെ അപ്പുറം നിൽക്കുന്ന മംഗളസ്വരൂപനായ പരമകാരണ സത്യമാണ് ഞാൻ. പ്രകൃതിയായ മായയ്ക്കും അപ്പുറം നിൽക്കുന്ന പ്രകാശരൂപനായ പുരുഷനാണ് ഞാൻ. ഞാനെന്നും ഞാൻ തന്നെ. ഞാനെന്നും അഴിവില്ലാത്തവനാണ്. അഹം അവ്യയഃ. ഞാനെന്നും അഴിവില്ലാത്തവനാണ്. ഞാനെന്നും ഞാൻ തന്നെ. എന്തുകൊണ്ട്? എന്നിൽ ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. മായയുണ്ടാക്കുന്ന നാനാത്വം മുഴുവൻ കയറിൽ സർപ്പം എന്ന പോലെ ആരോപിത ഭ്രമമാണ്. ഒരാൾ കയറിൽ സർപ്പത്തെ ആരോപിച്ചു കാണും. അവിടെ കയറിനൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്നത് തീർച്ചയാണല്ലോ. പരമകാരണമായ എന്നിൽ ആ രീതിയിലല്ലാതെ ഒരു മാറ്റവും സംഭവിക്കുക വയ്യ. അതുകൊണ്ട് ഞാൻ മായയ്ക്കുമപ്പുറമാണ്. എങ്കിലും ബോധരൂപനായ ഞാൻ ഇല്ലെന്നു വന്നാൽ മായയുടെ ആരോപിത ദൃശ്യമൊന്നും അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചങ്ങളുടെയൊക്കെ വെളിച്ചമാണ്. ആത്മാവ് പരം ജ്യോതിസാണെന്നുള്ള കാര്യം ഈ ഗ്രന്ഥത്തിലെ ആദ്യ കൃതിയായ ഏകശ്ലോകിയുടെ വ്യാഖ്യാനം വായിച്ചറിയുക. ദേശകാലങ്ങൾ പോലും ബോധരൂപനായ എന്നിൽ മായയുടെ ആരോപങ്ങൾ മാത്രമാണ്. ആകാശത്തെ ഉണ്ടെന്നറിയുന്ന ബോധത്തിലാണ് ആകാശത്തിൻ്റെ നില. ആകാശമാണല്ലോ ദേശം. കാലത്തിൻ്റെയും സ്ഥിതി ഇതാണ്. അതുകൊണ്ട് ബോധം ദേശകാലാതീതമായ സത്യമാണ്. ദേശകാല പരിമിതികളില്ലാത്തതുകൊണ്ട് തന്നെ അത് മംഗളസ്വരൂപമാണ്. അവിടെ തത്വചിന്തയ്ക്കൊന്നും പ്രസക്തിയില്ല. നാനാത്വം അനുഭവപ്പെടുന്നിടത്തേ തത്വചിന്തയ്ക്ക് പ്രസക്തിയുള്ളൂ. ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ ആരെക്കുറിച്ച് എന്ത് തത്വമാണ് ഗണിക്കാനുള്ളത്? അതുകൊണ്ട് ഞാൻ തത്വാതീതനാണ്. ചിന്തകളൊക്കെ അവസാനിക്കുന്ന ഇടമാണ് ബ്രഹ്മം. അനുഭവത്തിനായി അനുസന്ധാനം അഭ്യസിക്കുവാൻ ബ്രഹ്മസ്വരൂപം ആവർത്തിച്ച് വിവരിക്കുന്നു. എട്ടാം പദ്യം. നാനാരൂപവ്യതീതോഹം ചിദാകാരോഹമച്യുതഃ സുഖരൂപസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. നാനാരൂപവ്യതീതഃ അഹം. നാനാരൂപങ്ങളില്ലാത്ത ഏകരൂപനാണ് ഞാൻ. അഹം അച്യുതഃ ചിദാകാരഃ. ഞാൻ ഒരിക്കലും വഴുതിപ്പോകാത്ത ബോധരൂപനാണ്. അഹം സുഖരൂപസ്വരൂപഃ. സുഖരൂപമായ സ്വരൂപത്തോടു കൂടിയവനാണ് ഞാൻ. അഹമേവ അഹം. ഞാനെന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. നാനാരൂപങ്ങളില്ലാത്ത ഏകരൂപനാണ് ഞാൻ. ഞാൻ
ഒരിക്കലും വഴുതിപ്പോകാത്ത ബോധരൂപനാണ്. സുഖരൂപമായ സ്വരൂപത്തോടു കൂടിയവനാണ് ഞാൻ. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. 9-ാം ശ്ലോകം. മായാ തത്കാര്യദേഹാദി മമ നാസ്ത്യേവ സർവദാ സ്വപ്രകാശൈകരൂപോഹം അഹമേവാഹമവ്യയഃ. മായാ തത്കാര്യദേഹാദി, മായയും അത് തത്കാലം ഉണ്ടാക്കിക്കാണിക്കുന്ന ദേഹം തുടങ്ങിയ എല്ലാം സർവദാ മമ നാസ്തി ഏവ, ഒരിക്കലും എന്നിൽ ഇല്ല തന്നെ. അഹം സ്വപ്രകാശൈകരൂപഃ, ഞാനുണ്ട് എന്ന് സ്വയം പ്രകാശിക്കുന്ന സ്വരൂപത്തോടു കൂടിയവൻ മാത്രമാണ്. അഹമേവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. മായയും അത് തത്കാലം ഉണ്ടാക്കി കാണിക്കുന്ന ദേഹം തുടങ്ങിയ എല്ലാം ഒരിക്കലും എന്നിൽ ഇല്ല തന്നെ. ഞാനുണ്ട് എന്ന് സ്വയം പ്രകാശിക്കുന്ന സ്വരൂപത്തോടു കൂടിയവൻ മാത്രമാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. എന്തുകൊണ്ട്? എന്നെ പ്രകാശിപ്പിക്കുന്നവൻ ഞാൻ മാത്രമായതുകൊണ്ട്. ഞാനുണ്ട് എന്നിങ്ങനെ സ്വയം ഉണ്മ അനുഭവിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വസ്തു ബോധം മാത്രമാണ്. ഈ ബോധത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മറ്റെല്ലാം ഉള്ളവയായി തീരുന്നത്. ബോധമാകട്ടെ സ്വന്തം സ്വരൂപത്തിൽ തന്നെ ഉള്ളതായിത്തീരുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്ത് ബോധത്തെ സ്വന്തം മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതാണ് ബോധത്തിൻ്റെ സ്വപ്രകാശൈക സ്വരൂപത്വം. അതുകൊണ്ട് ബോധം എന്നും ബോധം തന്നെ. ബോധത്തിൽ മായയുണ്ടാക്കി കാണിക്കുന്ന മിഥ്യാഭ്രമങ്ങളാണ് ദേഹം തൊട്ടുള്ള ജഗത് കാര്യങ്ങളെല്ലാം. മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഉള്ളവയായി തോന്നുമ്പോഴും ബോധത്തിൽ അവ ഒരിക്കലും ഇല്ലാത്തവയാണെന്ന് ധരിക്കേണ്ടതാണ്. മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഉള്ളവയായി തോന്നുമ്പോഴും ബോധത്തിൽ അവ ഒരിക്കലും ഇല്ലാത്തവയാണെന്ന് ധരിക്കേണ്ടതാണ്. അന്തിമ വിശകലനത്തിൽ കാനൽ ജലം മരുഭൂമി തന്നെയാണ്. അതുപോലെ മായാകാര്യങ്ങളായ പ്രപഞ്ച ദൃശ്യങ്ങളും അന്തിമ വിശകലനത്തിൽ ബോധബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് വേദാന്തികൾ സർവം ബ്രഹ്മമയം എന്ന അന്തിമ സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ബ്രഹ്മാന്വേഷി അതുകൊണ്ട് സർവം ബ്രഹ്മമയം എന്ന അനുഭവം ആവർത്തിച്ച് അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. മായാഗുണങ്ങളൊന്നും ബ്രഹ്മത്തെ സ്പർശിക്കുന്നതേയില്ലെന്നാണ് മായാഗുണങ്ങളൊന്നും ബ്രഹ്മത്തെ സ്പർശിക്കുന്നതേയില്ലെന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നു 10-ാം പദ്യത്തിൽ. ഗുണത്രയവ്യതീതോഹം ബ്രഹ്മാദീനാം ച സാക്ഷ്യഹം അനന്താനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ഗുണത്രയവ്യതീതഃ അഹം, മായയുടെ 3 ഗുണങ്ങളും ഒഴിഞ്ഞു മാറിയവനാണ് ഞാൻ. ബ്രഹ്മാദീനാം ച അഹം സാക്ഷി, ബ്രഹ്മാവ് തുടങ്ങിയ ത്രിമൂർത്തികളെപ്പോലും സാക്ഷിഭാവത്തിൽ ഞാൻ സദാ അനുഗ്രഹിച്ചു വിളങ്ങുന്നു. അഹം അനന്താനന്ദരൂപഃ, ഞാൻ അളവില്ലാത്ത ആനന്ദം സ്വരൂപമായിട്ടുള്ളവനാണ്. അഹമേവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. മായയുടെ 3 ഗുണങ്ങളും ഒഴിഞ്ഞു മാറിയവനാണ് ഞാൻ. ബ്രഹ്മാവ് തുടങ്ങിയ ത്രിമൂർത്തികളെപ്പോലും ഞാൻ സാക്ഷിഭാവത്തിൽ സദാ അനുഗ്രഹിച്ചു നിൽക്കുന്നു. ഞാൻ അളവില്ലാത്ത ആനന്ദം സ്വരൂപമായിട്ടുള്ളവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ എന്നും ഒരഴിവുമില്ലാത്തവനാണ്. എന്തുകൊണ്ട്? ഞാൻ എന്നും ഞാൻ തന്നെയായതുകൊണ്ട്. എനിക്കൊരിക്കലും മാറ്റം വരേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഞാൻ എന്നും അളവില്ലാത്ത ആനന്ദം സ്വരൂപമായിട്ടുള്ളവനായതുകൊണ്ട്. ആനന്ദം നേടാൻ വേണ്ടിയാണല്ലോ വ്യക്തികൾ മാറ്റങ്ങളെ ആശ്രയിക്കുന്നത്. അനന്താനന്ദ സ്വരൂപൻ പിന്നെ എന്തിനു മാറണം? ബ്രഹ്മാനന്ദം കണ്ടെത്തിയ ജ്ഞാനിക്ക് അതോടെ ജനന മരണഭ്രമം അവസാനിക്കുന്നു എന്ന് താൽപ്പര്യം. ഒരിക്കൽ കൂടി വായിക്കാം. ആനന്ദം നേടാൻ വേണ്ടിയാണല്ലോ വ്യക്തികൾ മാറ്റങ്ങളെ ആശ്രയിക്കുന്നത്. അനന്താനന്ദ സ്വരൂപൻ പിന്നെ എന്തിനു മാറണം?
ബ്രഹ്മാനന്ദം കണ്ടെത്തിയ ജ്ഞാനിക്ക് അതോടെ ജനന മരണ ഭ്രമം അവസാനിക്കുന്നു എന്ന് താത്പര്യം. ജീവജാലങ്ങളുടെ കർമ്മങ്ങളൊന്നും ബോധവസ്തുവിനെ കളങ്കപ്പെടുത്തുന്നതേയില്ല. എന്തുകൊണ്ട്? ബോധം സാക്ഷിരൂപത്തിൽ അവയെ പ്രകാശിപ്പിച്ചു നിൽക്കുന്നു എന്നല്ലാതെ അവയുമായി കൂടിക്കലരുന്നില്ല. ഒരു ദീപമെന്ന പോലെ മുൻപിലെത്തുന്നവയെ അവയുമായി പറ്റിപ്പിടിക്കാതെ പ്രകാശിപ്പിക്കുക എന്നതാണ് സാക്ഷിഭാവം. ബ്രഹ്മാവ് തുടങ്ങിയ ത്രിമൂർത്തികളുടെ കർമ്മങ്ങളെപ്പോലും ബോധം സാക്ഷിഭാവത്തിൽ പ്രകാശിപ്പിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് മായാഗുണങ്ങളൊന്നും ബ്രഹ്മത്തെ സ്പർശിക്കുന്നതേയില്ല. സത്വം, രജസ്, തമസ് എന്നിവയാണ് മായാഗുണങ്ങൾ. പ്രകാശം, പ്രവൃത്തി, മോഹം എന്നിവയാണ് യഥാക്രമം ഗുണസ്വരൂപങ്ങൾ. സത്വഗുണപ്രധാനിയാണ് വിഷ്ണു. അതുകൊണ്ട് കൂടുതലും രക്ഷയെന്ന പ്രകാശമയമായ കർമ്മമാണ് വിഷ്ണു അനുഷ്ഠിക്കുന്നത്. രജോ ഗുണപ്രധാനിയാണ് ബ്രഹ്മാവ്. സൃഷ്ടി എന്ന പ്രവൃത്തി പ്രധാനമായ കർമ്മമാണ് ബ്രഹ്മാവിൻ്റേത്. ശിവന് പ്രധാനമായുള്ളത് തമോ ഗുണമാണ്. മോഹപ്രധാനമായ സംഹാരമാണ് ശിവൻ്റെ കർമ്മം. ഈ മൂന്നു പേരും തികഞ്ഞ ബ്രഹ്മജ്ഞാനത്തോടെ അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്നാണ് ശാസ്ത്രപ്രസിദ്ധി. അതുകൊണ്ട് കർമ്മദോഷമൊന്നും അവരെ സ്പർശിക്കുന്നതേയില്ല. അങ്ങനെ അവർ മായാഗുണങ്ങൾക്കതീതരായി വർത്തിക്കുന്നു. ദേഹത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയെപ്പോലും മായാഗുണങ്ങൾ സ്പർശിക്കുന്നില്ലെങ്കിൽ ദേഹമില്ലാത്ത ശുദ്ധബോധത്തെ മായാഗുണങ്ങൾ സ്പർശിക്കുമോ എന്ന് ശങ്കിച്ചിട്ടേ കാര്യമില്ല. അങ്ങനെ ബ്രഹ്മജ്ഞാനി ഗുണാതീതനായിത്തീരുന്നു എന്ന് താത്പര്യം. എല്ലാ ജീവികളിലും അന്തര്യാമിയായി വർത്തിക്കുന്നത് അഖണ്ഡബോധരൂപിയായ ബ്രഹ്മം തന്നെ. 11-ാം ശ്ലോകം. അന്തര്യാമിസ്വരൂപോഹം കൂടസ്ഥഃ സർവഗോസ്മ്യഹം പരമാത്മസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.